മലപ്പുറം താനൂരിൽ നിന്നും 2 പെൺകുട്ടികളെ കാണാതായ വിഷയത്തിൽ 36 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇവരെ കണ്ടെത്തിയത്. കണ്ടെത്തിയ പെൺകുട്ടികൾ തങ്ങൾ വീട്ടിൽ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും ഞങ്ങൾ വീട്ടിലേക്ക് പോയാൽ അവർ 3-4 ദിവസം നല്ല രീതിയിൽ പെരുമാറും. പിന്നീടും ഞങ്ങളെ ഇഷ്ടത്തിൽ നിന്ന് വിലക്കുകയും ഞങ്ങളെ തല്ലുകയുമെല്ലാം ചെയ്യുമെന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത്. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വിസമ്മതിച്ച കുട്ടികൾ പിന്നീട് വീട്ടിലേക്ക് പോകാൻ സന്തോഷം പ്രകടിപ്പിച്ചത് വലിയ ആശ്വാസം തന്നെയായി. ഇവരെ കൂടെ എടവണ്ണ സ്വദേശിയായ റഹീം എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം പോലീസിന് നൽകിയ മൊഴികളിൽ ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തൽ. താൻ മുംബൈയിലേക്ക് വസ്ത്രങ്ങൾ എടുക്കാൻ പോകുമ്പോഴാണ് ഇവരെ കണ്ടതെന്നും അങ്ങനെയാണ് കൂടെ യാത്ര ചെയ്തതെന്നുമാണ് ഈ യുവാവ് ആദ്യം പറഞ്ഞത്. പക്ഷേ 2 പെൺകുട്ടികളുടെ മൊബൈലിലേക്കും ഇയാളുടെ നമ്പറിൽ നിന്ന് തന്നെ കോൾ വന്നതെല്ലാം പോലീസ് കണ്ടെത്തി. കുട്ടികൾ ഇതുപോലെ യാത്ര ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്ക് മുമ്പ് അറിയില്ല എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യം. പക്ഷേ റഹീമിൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇവർ യാത്ര ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകളെല്ലാം പുറത്തായി. അതോടെ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇദ്ദേഹം പെൺകുട്ടികളെ മുംബൈയിലുള്ള ആ സലൂൺകാർക്ക് വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമെല്ലാം ഇതിൻ്റെ പിന്നാലെ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഇവർക്ക് പറ്റിയതെന്നറിഞ്ഞില്ലേ? മോഡേണായി നടക്കാൻ വീട്ടുകാർ അനുവദിക്കാത്തതാണത്രേ കുട്ടികൾ ഇത്തരത്തിൽ നാട് വിട്ടു പോകാനും സ്വയം ജീവിക്കുവാനും തീരുമാനിച്ചത്. പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ മതമനുസരിച്ച് ജീവിക്കുവാൻ ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്ന സമയത്താണ് ഇവർക്ക് ഈ ചിന്ത വന്നത്. ജീൻസ് പാൻറ്റുകളിട്ട് നടക്കാൻ വീട്ടുകാർ അനുവദിക്കാത്തതും ഇവരെ ആകെ വിഷമത്തിലാക്കി. എന്നാൽ കേട്ടോ, ആൺവേഷം ധരിക്കുന്ന പെണ്ണിനെയും പെൺവേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇത് ആദരവായ നബി തങ്ങളുടെ വാക്കാണ്. മാതാപിതാക്കൾക്ക് കുട്ടികളോട് വളരെ വലിയ കടമകളുണ്ട്. അത് വാജിബായും സുന്നത്തായും നിലനിൽക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തആല ഇത് നമ്മളെ ഉണർത്തുന്നു. അങ്ങനെ തങ്ങളുടെ കുട്ടികളുടെ ഭാവി ആലോചിച്ചു പോലും കുട്ടികളെ ഒന്ന് ഉപദേശിക്കാൻ പറ്റാത്ത തരത്തിലേക്കും നമ്മുടെ നിയമവ്യവസ്ഥകൾ മാറിയിരിക്കുന്നു. ഇതിനെല്ലാം കാരണമായി വരുന്നത് കുട്ടികളിലുള്ള അമിതമായ മൊബൈൽ ഉപയോഗം തന്നെയാണ്. സാമൂഹ്യ നന്മയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഏതൊരു നിയമവ്യവസ്ഥയെയാണ് ഇവിടെ മാറ്റിമറിക്കാതിരിക്കപ്പെടേണ്ടത്. കുട്ടികളിലെ മൊബൈൽ ഉപയോഗം ക്രമീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ലോകം. അല്ലെങ്കിൽ ഇത് വലിയ ദുരന്തമായി മാറും. എന്തിനും നിയമം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ചെറിയ പിഞ്ചു കുട്ടികൾക്ക് പോലും ബോധം വന്നിരിക്കുന്നു. അതാണ് 3-4 വയസ്സുള്ള കുട്ടികൾ വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പോലീസ് സ്റ്റേഷനിലെത്തി കംപ്ലൈൻറ്റ് നൽകിയത്. ഇതെല്ലാം കൗതുകമായും അത്ഭുതമായുമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ചിന്തിക്കുന്നവർക്ക് വലിയ പാഠങ്ങൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ അവൾ ഈ മുടി സ്ട്രൈക്കും ചെയ്യിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചൊരു അലസത നമ്മൾ പറഞ്ഞ് സമ്മതം കൊടുക്കലില്ല. പിന്നെ ത്രെഡ് അയക്കൽ. അപ്പോൾ അവൾക്ക് അങ്ങനെയുള്ളൊരു മോഡലിൻ്റെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അവൾ പോയിട്ട് ഇപ്പോൾ അവൾ ആദ്യം ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, അവരൊരു ടൂറായിട്ട് പോയി എന്നുള്ളതാണ് നമ്മളൊക്കെ ബേജാറാക്കി കൊണ്ട് ചെയ്തത്. വലിയൊരു ആശ്വാസം തന്നെയാണ് എല്ലാവരും പാടെ കണ്ടെത്തി തന്നത്. എല്ലാവർക്കും നന്ദി പറയും. കാരണം കേരള പോലീസൊക്കെ അത്രയും അവർ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടും നമുക്ക് വേണ്ടിയിട്ട് അവർ അത്രയും പണിയെടുത്തിട്ട് ചെയ്തതെന്നാണ്. കാരണം ഉച്ചവരെ ഒരു പിടുത്തമില്ലേ, ഒരു CCTV ദൃശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ കണ്ടെത്തി തന്നല്ലോ. അവർ വളരെയധികം നന്ദിയുണ്ട് അവർക്ക് എല്ലാവർക്കും.